ഇപ്പൊ സേവാഭാരതി ഈ ഒരു അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സഹായങ്ങളാണ് എടുക്കുന്നത്? നമ്മൾ ഇത് അറിഞ്ഞപ്പോൾ തൊട്ടേ ഇവിടെ വേറൊരാൾ ക്ഷണിക്കാതെ തന്നെ ഞങ്ങളിവിടെ വരികയും ഇവിടെ അതായത് തക്ക സമയത്ത് എന്തൊക്കെ സഹായമാണ് വേണ്ടത്, കുടിവെള്ളം തൊട്ട് ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അന്ന് തൊട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ സ്വന്തമായിട്ട് പണികൾ ചെയ്യാവുന്ന പല വീട്ടുകാരും ഉണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ സ്വന്തമായിട്ട് തന്നെ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ദുരിതം അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ വീടുകളിൽ വന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലയിൽ അവരുടെ ജനലുകളും മാറ്റി കൊടുക്കുന്നു. അതുപോലെ മെയിൻ്റനൻസ് മൊത്തം ചെയ്ത് ഒരു മുക്കാൽ ഭാഗവും കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ ഒരു 3-4 പേരുടെ പണികൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 2 വീടുകളുടെ മെയിൻ വർക്കുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഒന്നുകൂടെ ആലോചിച്ച് 2ാം ഘട്ടം എന്നുള്ള നിലയിൽ അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങൾ മുൻപ്രസംഗിക്കും. സേവാഭാരതി ഇവിടെ ഉണ്ടായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അത്യാവശ്യം ഞങ്ങൾ ഒരു ലൈനിൽ 26 വീടുണ്ടായിരുന്നു. അന്ന് രാത്രിക്കുള്ളിൽ തന്നെ 26 വീട് ഞങ്ങൾ ക്ലീൻ ചെയ്ത് ചില്ലുകളൊക്കെ വാരിക്കളഞ്ഞ് വളരെ അവർക്ക് അന്ന് അന്ത്യം ഉറങ്ങാനുള്ള വാസയോഗ്യമായിട്ട് ആക്കി കൊടുത്തു. അടുത്ത ലൈനിൽ ചൂരക്കാട് ലൈൻ എന്ന് പറയും, അവിടെ ഞങ്ങളൊരു 9 വീടും തീർത്ത് കൊടുത്തു. അന്നത്തെ കൊണ്ട് തീർത്ത് അന്നത്തെ സേവ ഞങ്ങൾ ചെയ്ത് തീർത്തത് ഒരു 10 മണിയായിട്ടുണ്ടാകും. തുടർന്ന് ഞങ്ങൾ പിറ്റേ ദിവസം വന്നിട്ട് ഈ കാണുന്ന വീടില്ലേ, ഈ കാണുന്ന വീട് മുതൽ അങ്ങോട്ട് ഞങ്ങളൊരു 9 വീട് ഈ ലൈനിൽ തന്നെ ഞങ്ങൾ ആ വീടൊക്കെ അപ്പുറത്ത് കാണുന്ന വീട് ഈ കാണുന്ന വീടൊക്കെ ഞങ്ങൾ സേവ ചെയ്ത് എല്ലാം വിനയമാക്കി ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മൊത്തത്തിൽ ആളുകളുടെ ഇങ്ങനെ അത്യാവശ്യം വേണ്ട ആളുകൾക്ക് കിടക്കുവാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി എല്ലാ വീടുകളിലും ചെന്ന് നിങ്ങൾക്ക് സേവാഭാരതിയുടെ എന്ത് സഹായം വേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ടത് അത്യാവശ്യം ഒന്ന് കിടന്നുറങ്ങാൻ കൊതുക് വരാത്ത തരത്തിലൊരു സംവിധാനം വേണമെന്ന് പറയും. എന്നിരുന്നാൽ പോലും ഒരു വീട്ടിൽ 16 ഗ്ലാസ് ജനലൊക്കെ ഉള്ളതാണ്. ആ 16 ചില്ലേം പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ തൊട്ടടുത്തൊക്കെ ചില വീടുകളിലൊക്കെ 2 ചില്ല് പൊട്ടി ഗ്ലാസ് പോയ വീടൊക്കെ ഉണ്ടായിരുന്നു. ചില വീടുകൾ അടച്ചിട്ട വീടൊക്കെയാണ് ഇപ്പം ഈ അധികവും അങ്ങനെ ഡാമേജ് ആയി പോയത്. അല്ലാത്ത ജനലൊക്കെ തുറന്നിട്ട വീടുകളൊക്കെ അങ്ങനെ 1-2 ഒക്കെ ആയിട്ട് 3-4 ഒക്കെ ആയിട്ട് തീർന്നത്. ഞങ്ങളുടെ അതിൻ്റെ ലിസ്റ്റുണ്ട്. അപ്പം ആ ലിസ്റ്റ് പ്രകാരം ഞങ്ങളൊരു 23 വീട്, ആദ്യം 13 ആയിരുന്നു, പിന്നെ ഞങ്ങൾ 23 ആയി. ആ 23 വീടിൻ്റെ നിർമ്മാണം ഞങ്ങൾ ഏറ്റെടുത്ത് 17-ാം തീയതിക്ക് ഞങ്ങൾ തുടങ്ങി. ഇപ്പോൾ 6 കാർപ്പൻറ്റർമാർ വെച്ചിട്ടാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നും നാളെയായിട്ടൊക്കെ അവസാനിക്കും. അത് കഴിഞ്ഞ് ഒരു 9 വീടുണ്ട്. ആ 9 വീടിൻ്റെത് മറ്റേ അലൂമിനിയം ഫാബ്രിക്കേറ്റർമാരാണ് ചെയ്യേണ്ടത്. അവർക്കുള്ള ഐറ്റംസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവർ നാളെ അവരുടെ വർക്ക് തുടങ്ങും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ അവിടെ ഒരു വീട് ചെയ്യുന്നുണ്ട്. ആ വീട് കാണിച്ചു തരാം. ഒരു അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ഒരു ഓടിട്ട വീടാണ്. ആ ഓടിട്ട വീടിൻ്റെ മേൽക്കൂര ഇളക്കി മാറ്റിയിട്ട് അതിൽ ഭിത്തി ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ബലപ്പെടുത്തി അതിൻ്റെ മേളിൽ ഒരു ജെൻറ്റിൽ വാർത്ത് കൊടുത്തിട്ട് രണ്ടാമത് അവിടെ റീവർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ അതിന് 3 ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇട്ടേക്കുന്നത്. വേറൊരു വീട്ടിൽ ഈ ഓടുമൊക്കെ പോയിട്ട് ആ മേൽക്കൂര ഇളക്കി മാറ്റി അത് റീവർക്ക് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഭിത്തി തായിയുടെ അവിടെ നിന്ന് കൂടിൻ്റെ ആ ഭാഗത്ത് കുറച്ച് ഇളകിയിട്ടുണ്ട്. അത് ഒന്നും കൂടി അഴിച്ച് ബലപ്പെടുത്തി കട്ട കെട്ടി വൃത്തിയാക്കിയിട്ട് വീണ്ടും കൂട് കയറ്റി റീവർക്ക് ചെയ്യും. അതിനുവേണ്ടി ഞങ്ങൾ ലേബർ മാത്രം അതിൻ്റെ ലേബർ മാത്രം 45,000 രൂപയാണ്. ബാക്കിയൊക്കെ സേവയാണ് ഉദ്ദേശിക്കുന്നത്. 45,000 രൂപയാണ് അതിൻ്റെ പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ ബാക്കി ചില്ലുകളൊക്കെ പോയ എല്ലാ വീടിൻ്റെയും കൂടി ഈ ചില്ലുകൾ മാറുന്നതും പിന്നെ ഒടിഞ്ഞു പോയിട്ടുള്ള ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ 75,000 രൂപയുടെ ബഡ്ജറ്റാണ് അതിനിട്ടേക്കുന്നത്. അതിപ്പോൾ അതുള്ള ബഡ്ജറ്റിൽ തന്നെ നിൽക്കും. ഇപ്പോൾ കുറച്ച് ആളുകൾ അറിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഈ കരയോഗക്കാർക്കെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ അവർക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ സഹായിക്കാം എന്നുള്ള മനസ്സുണ്ട് അവർക്ക്. അവർക്കിപ്പോൾ അത് അവരുടേതായ കാര്യങ്ങളൊക്കെ ഒന്ന് സാധിച്ചിട്ട് വേണമല്ലോ അവർക്ക് ഇങ്ങോട്ട് വന്നെങ്കിൽ. അപ്പം അതുവരെയും അത് കഴിഞ്ഞ് വന്ന അവരുടെ വനിതാ സംഘടന ഇറങ്ങിയിട്ട് എല്ലാ വീടുകളിൽ പോയിട്ട് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവരും കുറേ വീടൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം അവരൊരു 40-50 വീടുകൾ ഇപ്പോൾ ഇതുപോലെ തന്നെ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലും പ്രധാനപ്പെട്ട ചിലവ് വരുന്ന സംഖ്യയൊക്കെ അവർ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വിശ്വസിക്കാവുന്നതാണത്. ഇത് ആളുകൾക്ക് ഇപ്പം തന്നെ വേണമെന്നുള്ളൊരു ആഗ്രഹം ആൾക്കാരാണല്ലോ എന്ത് വന്നാലും. ജനങ്ങളും ഒന്നും കൂടി സഹകരിച്ച്, അതായത് ആരും ഒരു ബെൽറ്റ് ബോംബായതല്ലല്ലോ, അപ്രത്യക്ഷമായിട്ട് ഉണ്ടായിപ്പോയാണല്ലോ. അതിവിടെ ഉണ്ടാക്കിയതൊന്നുമല്ല എന്നുള്ളതാണ്. അവരെങ്ങനെ ഇവിടെ ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ്. മുഴുവൻ ഇപ്പോൾ കരാറാണ് ഏൽപ്പിക്കുന്നത്. കരാറുകാരൻ കൊണ്ടതിലൊന്നോ വന്നത് എന്തോ ഭാഗത്തേക്ക് ആയിരിക്കാം. നമ്മളാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് വന്നത് എല്ലാവരും കൂടി പ്രയത്നിച്ച് വീണ്ടും
പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സേവാഭാരതിയുടെ ഉദ്ദേശ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്.